നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. തലശ്ശേരി പൊന്നം സ്രാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിലായത് പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുള്ള അലീം. ദിശ 2025 ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയ്ക്ക് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം ചെയ്തു. ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വേദിയാവും. സമ്മേളനം ഡിസംബർ 28, 29, 30 തീയതികളിൽ. വാർത്തകൾ വിശദമായി. വികസന പദ്ധതികളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. കോർപ്പറേഷൻ കവാടത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തു കയറി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലതവണയായി ഉന്തും തള്ളുമുണ്ടായി. അഴിമതി ആരോപിച്ച് കോർപ്പറേഷൻ കൗൺസിൽ യോഗം LDF കഴിഞ്ഞ ദിവസം ബഹിഷ്കരിച്ചിരുന്നു. പൊന്നം സ്രാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുള്ള അലീം എന്ന യുവാവിനെയാണ് തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 1.825 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. പൊന്നം സ്രാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. റോഡരികിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ബാഗിൽ നിന്നും 1.825 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുള്ള അലീം എന്ന യുവാവിനെയാണ് തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതുവഴി കടന്നുപോകുകയായിരുന്ന എക്സൈസ് സംഘം റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവാവിന്റെ ബാഗ് സംശയത്തിന്റെ പേരിൽ പരിശോധിക്കുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ദിശ 2025 ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയ്ക്ക് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ദിശ 2025 ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ഉദ്ഘാടനം ചെയ്തു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ കരിയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡ് അഡ്രസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ ഐ താങ്ക് ദം ഫോർ ദെയർ എഫേർട്സ്. കാരണം എനിക്ക് വിശ്വാസമുണ്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവർക്കും വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പാവും. കാരണം യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ സ്ട്രെങ്സും നിങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രകാരം ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ പറ്റും. ആൻഡ് ആ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് മുതൽ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷനും അതേപോലെ തന്നെ
ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ചെയ്യാനാണ് നിങ്ങൾക്ക് ആവശ്യം. സോ അത് എനിക്കൊരു വിശ്വാസമുണ്ട് ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ തലശ്ശേരിൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ ഇൻട്രാക്ട് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് NC മുഹമ്മദ് സാജിദ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിൽ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ CM അസീം മുഖ്യപ്രഭാഷണം നടത്തി. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ C മനീഷ് പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെന്നി മണപ്പാട്ട്, തലശ്ശേരി AEO EP സുജാത, പ്രധാനാധ്യാപകൻ CR ജെൻസൺ, CGAC ജില്ലാ കോർഡിനേറ്റർ R റീജ, ജോയിന്റ് കോർഡിനേറ്റർ M രാജേഷ്, ഹെൻറി ആന്റണി, K അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റ് ശനിയാഴ്ച സമാപിക്കും. വൈജ്ഞാനിക മേഖലയിലെ നൂതന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ സെമിനാറുകൾ, വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, അഭിരുചി പരീക്ഷകൾ, വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസന്റേഷൻ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. സംരംഭകത്വം, ന്യൂ ട്രെൻഡ്സ് ഇൻ കരിയർ, വിദേശ പഠനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സിവിൽ സർവീസ്, എൻട്രൻസ് പരീക്ഷകൾ, പൊതുമേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, ചർച്ചകൾ എന്നിവ നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 15 സ്റ്റാളുകൾ, 25ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ദിശയിൽ പങ്കെടുത്തു. ജില്ലയിലെ 56-ൽ പരം സ്കൂളുകളിൽ നിന്നായി 5000-ലധികം കുട്ടികളും പൊതുജനങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമാകും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് 84ാമത് സമ്മേളനത്തിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വേദിയാവും. ഡിസംബർ 28, 29, 30 തീയതികളിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണേഷ്യയിലെ സാമൂഹിക ശാസ്ത്രകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും ഏറ്റവും വലിയ സംഘടനയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. രാജ്യത്തെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളാണ് ഈ പരിപാടി നടത്തി വന്നിരുന്നത്. ഈ വർഷം കേരളത്തിലെ ഒരു ഗവൺമെൻറ് കോളേജിൽ സമ്മേളനം നടക്കുന്നു എന്നത് പ്രത്യേകതയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് 1300ഓളം പ്രതിനിധികൾ, രജിസ്റ്റർ ചെയ്ത പ്രതിനിധികൾ ബ്രണ്ണൻ കോളേജിൽ എത്തിച്ചേരും. ഏകദേശം പ്രതിനിധികൾ ഉൾപ്പെടെ 2000ഓളം പേർ സമ്മേളനത്തിൻ്റെ ഭാഗമാകും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് 84ാമത് സമ്മേളനത്തിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വേദിയാവും. ഡിസംബർ 28, 29, 30 തീയതികളിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1300ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സാമൂഹിക ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും പങ്കെടുക്കും. പുരാതന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ, ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ, സമകാലീന ഇന്ത്യ, പുരാവസ്തുശാസ്ത്രം എന്നിങ്ങനെ 6 വിഭാഗങ്ങളിൽ ഒരേ സമയം പ്രബന്ധം അവതരിപ്പിക്കും. In fact, our last session before the breaking of pandemic was held at the University of Kannur. So after 2019, we are fortunate enough to be once again back to Kerala, and we are actually looking forward to very good academic deliberations, which consists of 3 speakers who are supposed to be senior historians, one from ancient India, one from medieval India, and one from modern India. Apart from that, there is one very prestigious lecture which is known as S.C. Misra Memorial Lecture. Then at certain sessions we also hold certain special lectures as well. For example, this year we are going to hold a special lecture by an international scholar on the history of Kerala. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഫർഹദ് ഹസൻ 28-ന് SC മിശ്ര അനുസ്മരണ പ്രഭാഷണം നടത്തും. ടോണി ജോസഫ് അവസരോചിത മനുഷ്യൻ, പരിണാമബന്ധമായ ജാതി വ്യവസ്ഥ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കും. 29-ന് നടക്കുന്ന IHC സിംബോസിയത്തിൽ 3 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും.
IHC പാനൽ, അലിഗഡ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി പാനൽ, നഗരചരിത്രം, ദളിത് ചരിത്രം എന്നിങ്ങനെ 4 വിഭാഗങ്ങളിൽ പ്രബന്ധാവതരണം നടക്കും. കോൺഗ്രസിന്റെ ഭാഗമായി വിപുലമായ അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കും. പുസ്തകോത്സവം, സാംസ്കാരിക പരിപാടി, ചരിത്ര പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. പ്രൊഫസർ രാജൻ ഗുരുക്കൾ പ്രസിഡന്റായും പ്രൊഫസർ സയ്യിദ് അലീം നദീം റിസാവി സെക്രട്ടറിയായും പ്രവർത്തിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് സെക്രട്ടറി പ്രൊവൈദ് അലി നദീ റിസാവി, ട്രഷറർ സയ്യിദ് ജാബിർ റാസ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെ വാസന്തി, ജനറൽ കൺവീനർ എ വത്സലൻ, ലോക്കൽ സെക്രട്ടറി പ്രൊഫസർ വിനോദൻ നാവത്ത്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ഗിരീഷ് വിഷ്ണു നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂരിൽ സർവീസ് റോഡിൽ നിയന്ത്രണം വിട്ട ലോറി പിന്നിലേക്ക് ചരിഞ്ഞു. ഡീസൽ അടിക്കാൻ പോവുകയായിരുന്ന ലോറിയാണ് കയറ്റത്തിൽ വെച്ച് പിന്നിലേക്ക് ചരിഞ്ഞത്. പിന്നിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് പൂർണ്ണമായും തകർന്നു. തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂരിൽ സർവീസ് റോഡിൽ നിയന്ത്രണം വിട്ട ലോറി പിന്നിലേക്ക് ചെരിഞ്ഞ് അപകടം. ഡീസൽ അടിക്കാൻ പോവുകയായിരുന്ന ലോറിയാണ് കയറ്റത്തിൽ വെച്ച് പിന്നിലേക്ക് ചെരിഞ്ഞത്. പിന്നിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. JCB ഉപയോഗിച്ചിട്ടും ലോറി ഇതുവരെ അപകട സ്ഥലത്തു നിന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. മനുഷ്യാവകാശ പ്രവർത്തകനും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന അഡ്വക്കേറ്റ് KE ഗംഗാധരന്റെ ഓർമ്മയ്ക്കായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അഡ്വക്കേറ്റ് KE ഗംഗാധരൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡ് ഞായറാഴ്ച വൈകിട്ട് 4-ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിന് സമ്മാനിക്കും. പിണറായി ബാങ്ക് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മുൻ MLA അഡ്വക്കേറ്റ് MV ജയരാജൻ അവാർഡ് കൈമാറുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമ ഉപദേശകനായി അദ്ദേഹം തലശ്ശേരി കോടതിയിലും മറ്റിതര കോടതികളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തലശ്ശേരി ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായും പിന്നീട് ഒരു ഘട്ടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനൊക്കെയായി അദ്ദേഹം സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെ മാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 6 വർഷമായി. ഈ 6 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള അനുസ്മരണ സമ്മേളനവും അതുപോലെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അവാർഡ് വിതരണവും നമ്മൾ ഇക്കാലയളവിൽ നടത്തിയിട്ടുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ K. ശശിധരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മുൻ MLA അഡ്വക്കേറ്റ് MV ജയരാജൻ അവാർഡ് കൈമാറും. വർത്തമാനകാല രാഷ്ട്രീയവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ MV നികേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെച്ച ജസ്റ്റിസ് ചന്ദ്രു, തീസ്ത സഹൽവാദ്, പാലോളി മുഹമ്മദ് കുട്ടി എന്നിവരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പുരസ്കാരത്തിന് അർഹരായത്. മാധ്യമരംഗത്തെ മികവിനാണ് ഇത്തവണ ഡോക്ടർ അരുൺകുമാറിനെ വെങ്കടേഷ് രാമകൃഷ്ണൻ അടങ്ങുന്ന ജൂറി തെരഞ്ഞെടുത്തത്. സെത്തൽവാദിന് കൊടുത്തു. മൂന്നാമത് നമ്മൾ കൊടുത്തത് പിന്നെ സാമൂഹിക പ്രവർത്തകനും ആയ അറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനായ പാലോളി മുഹമ്മദ് കുട്ടി അവർക്കാണ് കൊടുത്തത്. ഇപ്രാവശ്യം നമ്മൾ മാധ്യമ മേഖലയെ തിരഞ്ഞെടുത്ത സമയത്ത് ഇതിനെ ഒരു ജൂറിയെ നമ്മൾ തിരഞ്ഞെടുത്തു. മാധ്യമ മേഖലയിൽ അറിയപ്പെടുന്ന വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയാണ് ഈ ജൂറി ആയിട്ടുണ്ടായിരുന്നത്. ആ ജൂറിയിൽ കുഞ്ഞിരാമൻ, അതുപോലെ പാർവതി ദേവി, EM അഷ്റഫ്, K. വിജയകുമാർ, അഡ്വക്കേറ്റ് K. വിജയകുമാർ തുടങ്ങിയ ആൾക്കാരായിരുന്നു അംഗങ്ങൾ. അവരുടെ ഐക്യകണ്ഠേനയുള്ള
തെരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യത്തെ റിപ്പോർട്ടർ ചാനലിലുള്ള. ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമുക്കെല്ലാം കാണിച്ചു തരുന്ന ഒരു മാധ്യമ മേഖല ഒക്കെ ഏറ്റവും കൂടിയ സംഭാവന ചെയ്യുന്നതും സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാവണം. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവും മാധ്യമ പ്രവർത്തനവും, അതെന്താണ്, ഈ മാധ്യമത്തിൻ്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുലങ്കുഷമായിട്ട് നികേഷ് കുമാർ അവിടെ വരച്ചു കാണിച്ചുകൊണ്ടൊരു പ്രഭാഷണവും നടത്തുന്നു. 25,000 രൂപയും ശില്പവുമാണ് അവാർഡ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ ശശിധരൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ, ട്രസ്റ്റ് ചെയർപേഴ്സൺ സുധ അഴീക്കോടൻ, അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത്, അഡ്വക്കേറ്റ് PP ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കൃത്രിമക്കാൽ വിതരണവും 24 മണിക്കൂർ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കൃത്രിമക്കാൽ വിതരണവും 24 മണിക്കൂർ ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള മേഖലകളൊന്ന് വിദ്യാഭ്യാസവും മറ്റു ആരോഗ്യവുമാണ്. അതിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ജില്ലാ ആശുപത്രി ഏതാണ്ട് 25 കോടിയിലധികം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഈ ആശുപത്രിക്കകത്ത് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കിഫി ഫണ്ട് ഉണ്ട്, അതിന്റെ ഭാഗമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. NHMന്റെ ഫണ്ട് ഉണ്ടാവും, അതുപോലെ വിവിധ സ്കീമുകളുടെ ഫണ്ട് ഉണ്ട്. അതെല്ലാം അതിന് പുറമെയാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് മാത്രം ഏതാണ്ട് 25 കോടി രൂപ ഈ കാലയളവിൽ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാം. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MK ഷാജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NV ശ്രീജിനി, T സരള, K ശോഭ, PP ഷിജു, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ TP വിജയൻ, രാജേന്ദ്രൻ, സാജിദ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, RMO ഡോക്ടർ സുമിൻ മോഹൻ, ഡോക്ടർ മനോജ് കുമാർ, ഫോർമൻ വികാസ് കുമാർ, അഡീഷണൽ സെക്രട്ടറി KV സജിത്, സ്റ്റാഫ് കൗൺസിൽ ഭാരവാഹികളായ C പ്രമോദ് കുമാർ, അജയ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഇനത്തിൽ 10 ലക്ഷം രൂപ മുടക്കിയാണ് 50ഓളം പേർക്ക് കൃത്രിമക്കാൽ വിതരണം ചെയ്യുന്നത്. ഭക്ഷ്യ വാണിജ്യ മഹാമേള ഫ്ലവേഴ്സ് ഫിയസ്റ്റയ്ക്ക് മാഹിയിൽ പ്രൗഢമായ തുടക്കം. മാഹി മൈതാനിയിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം MLA രമേശ് പറമ്പത്ത് നിർവഹിച്ചു. സബർമതി ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരുക്കിയ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയും കലാവിരുന്നുമായ 4 ദിവസത്തെ ഫ്ലവേഴ്സ് ഫിയസ്റ്റയ്ക്ക് തുടക്കമായി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മാഹി MLA രമേശ് പറമ്പത്ത് നിർവഹിച്ചു. മയ്യഴിയുടെ ഭക്ഷ്യ സംസ്കാരത്തിന് തനത് രുചിയുടെ രസക്കൂട്ടും സുമനസ്സുകൾക്ക് കലയുടെ തിരുമധുരവും പകരുന്നതാണ് ഭക്ഷ്യമേളയെന്ന് MLA പറഞ്ഞു. 3 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള വിവിധങ്ങളായ പരിപാടികൾ, കലാപരിപാടികൾ ഈ വേദിയിൽ ഇന്നിവിടെ അരങ്ങേറുകയാണ്. അതുകൊണ്ട് തന്നെ മയ്യഴിയെ സ്നേഹിക്കുന്ന, മയ്യഴിയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപറ്റം ആളുകൾ, അതിൽ ഒരുപാട് ആളുകൾ സബർമതിയെ സ്നേഹിക്കുകയും ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ അതൊക്കെ മറന്നുകൊണ്ട് അതിനെ മാറ്റിവെച്ചുകൊണ്ട് വിവിധങ്ങളായ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ സംഘാടക സമിതിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന രംഗത്തും ഉണ്ട് എന്നത് നമുക്ക് വലിയ ഒരു സംഭാവനയാണ്. സബർമതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാളുകളൊക്കെ തന്നെ ഈ ഭക്ഷ്യരംഗത്ത് വലിയ സംഭാവന നൽകിയ ആളുകളാണ് ഇവിടെ ഈ സ്റ്റാളുകളൊക്കെ അവതരിപ്പിച്ചത്. നമുക്ക് ഇന്ന് ഏതാണ്ട് 1999 ശേഷം 2000 തുടങ്ങിയപ്പോൾ തന്നെ പുതിയൊരു യുഗം പിറന്നപ്പോൾ തന്നെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ഭക്ഷ്യരംഗത്തുമൊക്കെ ഏറെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി E വത്സരാജ് അധ്യക്ഷനായി. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഷെഫ് ഷാൻ, ഡോക്ടർ VK വിജയൻ, കല്ലാട്ട് പ്രേമൻ, ജെയിംസ് C ജോസഫ് എന്നിവർ സംസാരിച്ചു. PC ദിവാനന്ദൻ സ്വാഗതം പറഞ്ഞു. ശാസ്ത്രീയ നൃത്തം, കളരിപ്പയറ്റ്, നൃത്തം, ബോഡി ഷോ, മാജിക് ഷോ എന്നിവയും നടന്നു. നവംബർ 8 വൈകിട്ട് 4 മണിക്ക് ഇലയട പാചക മത്സരം, 4:30 മൈലാഞ്ചിയിടൽ മത്സരം, 6 മണിക്ക് നൃത്തങ്ങൾ, 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം, 7:30 കുട്ടികളുടെ ഫാഷൻ ഷോ മത്സരം, 8 മണിക്ക് ഫാഷൻ ഷോ എന്നിവയും നവംബർ 9 വൈകിട്ട് 4 മണിക്ക് കപ്പപ്പുഴുക്ക് പാചക മത്സരം, 6 മണിക്ക് നൃത്തങ്ങൾ, 7 മണിക്ക് സമാപന സമ്മേളനം, തുടർന്ന് നറുക്കെടുപ്പും സമ്മാനദാനവും ഉണ്ടാകും. മ്യൂസിക്കൽ ബാൻഡും അരങ്ങേറും.
2004 മുതൽ ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ സാറ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫാദറാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഫാദറിനെ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ജോലിക്ക് പോയ സമയത്ത് 2004 ജനുവരി മാസത്തിലാണ് ഞാൻ പോകുന്നത്. അന്ന് ആദ്യമായി എൻ്റെ ഫാദറിനെ ഞാൻ കാണുന്നത് ഫാദർ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് കിച്ചൻ്റെ അകത്ത് വെച്ചാണ്. അന്ന് ആ മുഷിഞ്ഞിരിക്കുന്ന ഡ്രസ്സും കൈ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഈ കൈയിൻ്റെ ഈ ഭാഗത്ത് എപ്പോഴും നല്ല കല്ല് പോലെ ഉണ്ടാവും. കത്തി പിടിച്ച ആ കൈകൾ വർഷങ്ങളായിട്ട് 40 വർഷം ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത ആളാണ്. അതും ഒറ്റ കമ്പനിയിൽ. നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യുമോ? ഒരു കമ്പനിയിൽ നിങ്ങൾ 40 വർഷം വർക്ക് ചെയ്യുമോ ആരെങ്കിലും? മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ 9 ഉച്ചയ്ക്ക് 12 ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നടക്കും. ഹാൾ നമ്പർ 7 റൈറ്റേഴ്സ് ഫോറം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ 9 ഉച്ചയ്ക്ക് 12 ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നടക്കും. ഹാൾ നമ്പർ 7 റൈറ്റേഴ്സ് ഫോറം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. അൽ മദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പൊയിൽ അബ്ദുള്ള ആദ്യ കോപ്പി ഏറ്റുവാങ്ങും. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് PP സദാനന്ദൻ അധ്യക്ഷനാവും. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവർ സംസാരിക്കും. കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം നവാസ് മേത്തറുടെ പ്രഥമ പുസ്തകമാണ്. 35 വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിച്ച പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിക്കുന്നത്. കണ്ണൂരിന്റെ കൊലപാതകങ്ങൾ, ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും അക്കാലത്തെ മാധ്യമപ്രവർത്തന രംഗത്തെ സാഹസികതകളും സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങളും വ്യക്തതയോടെയാണ് നവാസ് മേത്തർ രേഖപ്പെടുത്തി വെക്കുന്നത്. പ്രവാസികളെ നിങ്ങളെല്ലാവരും 9-ാം തീയതി അഥവാ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് റൈറ്റേഴ്സ് ഫോറത്തിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഷാർജ പ്രഖ്യാപനം നടക്കുകയാണ്. ഇതിൻ്റെ പ്രഥമ പുസ്തകമാണ്. ഹാൾ നമ്പർ 7 ആണ് കൈരളി ബുക്സിൻ്റെ ഹാളിനോട് ചേർന്ന് റൈറ്റേഴ്സ് ഫോറം എന്ന് പറഞ്ഞ ഹാളിലാണ് പുസ്തക പ്രകാശനം നടക്കുന്നത്. എല്ലാ മലയാള പ്രവാസികളെയും ഹൃദയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും എത്തണം. നമ്മൾ അൽ മദീന ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തൊഴിലുറപ്പ്, അതുപോലെ മുൻ മന്ത്രി EP ജയരാജൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു പോലീസ് സൂപ്രണ്ടായിരുന്ന PP സദാനന്ദൻ, അതുപോലെ മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ PP ശശീന്ദ്രൻ, ഫാദിൽ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA ഉള്ള പ്രമുഖരായ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഈ പരിപാടിയിലുണ്ട്. നിങ്ങളെയും ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഒരു നോവൽ വായിക്കുന്ന സുഖകരമായ വായനയോടെ ഇതിലെ ഓരോ കുറിപ്പുകളും നമുക്ക് വായിക്കാം എന്നതാണ് പുസ്തകത്തിന്റെ പ്രത്യേകത. ചുമ എന്ന രസകരമായ അധ്യായത്തിൽ ആരംഭിച്ച് ചായ എന്ന അധ്യായത്തിൽ അവസാനിക്കുന്നതാണ് ഈ പുസ്തകത്തിലെ വായന. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. താജ്മഹൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. തില്ലങ്കേരി പഞ്ചായത്തിലെ 3046 വീടുകൾക്ക് ടാപ്പ് കണക്ഷനുകൾ നൽകി ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നല്ല ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക, ഇതാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമായ ആവശ്യം. എന്താ ഇതിന്റെ ആവശ്യം? ഒരു ഘട്ടത്തിൽ കേരളം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമല്ല നമ്മുടെ. കാലം തെറ്റി വരുന്ന മഴയുണ്ട്, ന്യൂനമർദ്ദം മൂലം മഴ ലഭിക്കുന്നു. 44ലധികം നദികളും പുഴകളും തടാകങ്ങളും അരുവികളും നീർച്ചാലുമുള്ള കേരളത്തിൽ വെള്ളത്തെക്കുറിച്ച് ഒരു ആശങ്കയേ ഇല്ല. KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷയായി. K സുധാകരൻ MP മുഖ്യാതിഥിയായി. KWA ചീഫ് എഞ്ചിനീയർ PS പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കലക്ടർ അരുൺ K വിജയൻ, വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം R സുഭാഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, നജീദ സാദിഖ്, അണിയേരി ചന്ദ്രൻ, P സനീഷ്, KV ആശ, വിമല, PK രതീഷ്, KA ഷാജി, PP സുഭാഷ്, KV രാജൻ, കൈതേരി മുരളീധരൻ, രാഗേഷ് തില്ലങ്കരി, വിപിൻ തോമസ്, പ്രദീപൻ പുത്തലത്ത്, KV അലി, ദേവദാസ് മൂർക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തില്ലങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി സ്വാഗതവും KWA സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ K സുദീപ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. തിരികെ വാർത്തകളിലേക്ക്. പാനൂർ നഗരസഭയിലെ ചെറുപുല്ലൂക്കര 17ാം വാർഡിലെ പാലോറത്ത് പള്ളി വരപ്രത്ത് കോൺക്രീറ്റ് റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭയിലെ ചെറുപുല്ലൂക്കര 17ാം വാർഡിലെ പാലോറത്ത് വള്ളി വരപ്രത്ത് കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ വാർഡ് പ്രത്യേകിച്ച് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. നഗരസഭ ഫണ്ടുകൾ
കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള MLA-യുടെയും MP-യുടെയും നഗരസഭാ ഫണ്ടുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് വാർഡ് കൌൺസിലർ നിലക്കും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നിലക്കും ഉമൈസ തിരുവമ്പാടി അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഈ വാർഡിൽ നടന്നിട്ടുണ്ട് എന്നത് പറയാതെ തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് 5 വർഷക്കാലം കളക്ടർ ഉൾപ്പെടെയുള്ള ഏതൊക്കെ വഴിയിലാണ് പോയിട്ട് ഫണ്ട് കൊണ്ടുവരുന്നതൊക്കെ അത് പൂർത്തീകരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും ഒരു കൌൺസിലർ എന്ന നിലക്ക് ജനങ്ങളോട് പറഞ്ഞതും ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് 5 വർഷക്കാലത്തെ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി അധ്യക്ഷയായി. പാനൂർ നഗരസഭാ കൌൺസിലർ അൻസാർ അണിയാരം, സൂപ്പി അവിയാട്ട്, CH യൂനുസ്, ഫാറൂഖ് പാലോറത്ത്, മജീദ് തുറങ്ങാൾ, സമദ് അവിയാട്ട്, ബാബു കൊയ്യിരം കണ്ടിയിൽ, ലത്തീഫ് പുത്തൻപീടികയിൽ, അനീഷൻ പടിക്കൂലോത്ത്, ഹാരിസ് തരിപ്പയിൽ എന്നിവർ സംസാരിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിമിനുള്ള ഉപഹാരം CH യൂനുസ് കൈമാറി. 17ാം വാർഡ് കൌൺസിലർ ഉമൈസ തിരുവമ്പാടിക്കുള്ള ഉപഹാരം സൂപ്പി അവിയാട്ട് കൈമാറി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പാനൂർ നഗരസഭ വാർഡ് 29 പാറമൽമുക്ക് ഇടക്കണ്ടിത്താഴ മാപ്പിളർക്കണ്ടി റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭ വാർഡ് 29 പാറമൽമുക്ക് ഇടക്കണ്ടിത്താഴ മാപ്പിളർക്കണ്ടി റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ആണ്. ഒന്ന് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. 16 കോടിയോളം രൂപയുടെ കനകമല കുടിവെള്ള പദ്ധതി നമ്മുടെ സർക്കാരിന്റെയും നഗരസഭയുടെ ഒക്കെ സഹായത്തോടുകൂടി അതിന്റെ പൈപ്പ് ലൈൻ ഇപ്പോൾ ഇടാൻ പോവുകയാണ്. വീടുകളിൽ ടാപ്പ് സംവിധാനം ഒരുക്കിക്കൊണ്ട് മുഴുവൻ സമയം കുടിവെള്ളം എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില വഴികളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ വലിയ പൈപ്പ് ലൈൻ ഇടുന്നത് കാണാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എല്ലാ മേഖലകളിലും 5 വർഷക്കാലം കൊണ്ട് എല്ലാ തരത്തിലുമുള്ള പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർഡ് കൌൺസിലർ ശോഭന കുന്നുള്ളതിൽ അധ്യക്ഷയായി. TH നാരായണൻ, അസീസ്, ചന്ദ്രിക, മിനി, PK അബൂബക്കർ എന്നിവർ സംസാരിച്ചു. വാർഡ് കൺവീനർ പ്രഭാകരൻ സ്വാഗതവും സലീം പിലാവുള്ളതിൽ നന്ദിയും പറഞ്ഞു. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ സെന്റിനറി സെലിബ്രേഷൻ പാനൂരിൽ സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ സെന്റിനറി സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എക്കാലത്തും പറയുന്നത് ഹോക്കിയിൽ ഇന്ത്യ സ്വർണം നേടുമെന്നതാണ്. അത്രമാത്രം ഹോക്കിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു രാജ്യമാണ് ഇന്ത്യ. ധ്യാൻചന്ദ് എന്ന് പറയുന്ന ഹോക്കി മാന്ത്രികൻ ലോകത്തിലെ ഓരോ ഹോക്കി മത്സരങ്ങളിലും ഒളിമ്പിക്സ് മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ പന്തടക്കവും സ്റ്റിക്കിനോട് ഗമ്മ വെച്ചൊട്ടിച്ചതുപോലെ ബോൾ കൊണ്ട് ഡ്രിബിൾ ചെയ്ത് പോകുമ്പോ നിരവധി തവണ അദ്ദേഹത്തിന്റെ ഹോക്കി സ്റ്റിക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മാന്ത്രിക വടിയാണെന്ന് പറഞ്ഞിട്ട് നിരവധി മത്സരങ്ങളിൽ ധ്യാൻചന്ദിന്റെ ഹോക്കി സ്റ്റിക്കുകൾ മാറ്റിയിട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന ഓരോ സ്റ്റിക്കുകളിൽ നിന്നും പിറന്നു വീണ ഗോളുകൾ അത് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഗോളുകളാണ്. ഒരുപാട് കായിക താരങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ട്. ഹോക്കിയിൽ തന്നെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന കളിക്കാരനായിരുന്ന സഫർ ഇഖ്ബാൽ. പ്രധാനാധ്യാപകൻ MB വിനോദൻ അധ്യക്ഷനായി. പാനൂർ AEO ബൈജു കേളോത്ത് മുഖ്യാതിഥിയായി. മുൻ ഇന്ത്യൻ ഹോക്കി താരം K നിയാസ്, പാനൂർ BPC K സിമ്മി എന്നിവർ സംസാരിച്ചു. മൊകേരി ഈസ്റ്റ് UP പ്രധാനാധ്യാപകൻ CV സുകുമാരൻ സ്വാഗതവും കായിക അധ്യാപിക V പ്രജിഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് സൗഹൃദ ഹോക്കി മത്സരവും നടന്നു. ചെണ്ടയാട് കുനുമ്മലിൽ നിർധനരായ രോഗികളെ സഹായിക്കുന്നതിന് രൂപീകരിച്ച നന്മ കൂട്ടായ്മയുടെ ഉദ്ഘാടനവും
സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നടന്നു. കുനുമ്മൽ ഉബൈദ് വായനശാല ഹാളിൽ നടന്ന പരിപാടി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്തു. ചെണ്ടയാട് കുനുമ്മലിൽ നിർധനരായ രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച നന്മ കൂട്ടായ്മയുടെ ഉദ്ഘാടനവും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നടന്നു. കുനുമ്മൽ ഉബൈദ് വായനശാല ഹാളിൽ നടന്ന പരിപാടി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തുകാരുടെ കൂട്ടായ്മ നമുക്ക് എടുത്തു പറയപ്പെടുന്നതാണ്. പരിശോധന എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ സാധാരണക്കാരുടെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ അതാത് സമയത്ത് നമ്മുടെ കണ്ണ് പരിശോധന നമ്മൾ നടത്താറില്ല. മറ്റുള്ള രോഗത്തിനൊക്കെ ചികിത്സ നേടിയാലും അത് പിന്നെ കാണിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ AKG നേത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നടന്നു. ചടങ്ങിൽ പ്രശാന്ത് കാരായി അധ്യക്ഷനായി. കെ നൌഷാദ്, സലീം കുനിയിൽ, പി രവി എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കുനുമ്മൽ കണ്ടൂർജാൽ മേഖലയിൽപ്പെട്ട ആളുകളുടെ ഒരുപറ്റം ആളുകൾ കൂട്ടായ്മയാണ് നന്മ. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ലത നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വളരെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാവിയിൽ നമ്മുടെ എല്ലാ ആളുകൾക്കും, നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം മുൻകൈയെടുക്കുന്നത്. അതിന് എല്ലാവരുടെ സഹായവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് അത്ലറ്റ്സ് 2025 വർണ്ണാഭമായ തുടക്കം. 2 ദിവസങ്ങളിലായാണ് സ്പോർട്സ് മീറ്റ് നടക്കുന്നത്.
തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് മീറ്റ് അത്ലറ്റ്സ് 2025 കൊടിയേറി. തലശ്ശേരി സായ് സെന്റർ ഡയറക്ടർ ഇൻചാർജ് TC മനോജ് പതാക ഉയർത്തി സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. Be lifelong. It should be a message to the society. You are the torchbearers for the coming generations, the benefits of physical activity and sports. I don't want to extend much more. I declare MES Bava Residential School Talasheri Annual Sports Meet Alex 2025 is open. തുടർന്ന് നടന്ന ദീപശിഖ പ്രയാണത്തിൽ സ്കൂൾ അത്ലറ്റുകളായ റിധ മറിയം, നഹാൻ മുഹമ്മദ്, ഹയാൻ ഹനീഷ്, കെ ഫാത്തിമ, മുഹമ്മദ് മിഷാൽ, ഇസാ മറിയം എന്നിവർ പങ്കെടുത്തു. ബാൻഡ് വാദ്യ അകമ്പടിയോടെ നടന്ന വർണ്ണാഭമായ മാർച്ച് ഫാസ്റ്റിനൊപ്പം അത്ലറ്റുകളുടെ യോഗ ഡിസ്പ്ലേ, നൃത്ത പരിപാടികൾ എന്നിവയും സ്പോർട്സിന് മാറ്റുകൂട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ നൂറി പി റഫീഖ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ M മഞ്ചരി നന്ദിയും പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് സുമയ്യ AK സംസാരിച്ചു. സ്പോർട്സ് കോർഡിനേറ്റർ UT സജാദ്, KK സുനിൽ, P അൻവർ, PC അബ്രഹാം, A ലീന, VK സോണിയ, C അമ്പിളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചൊക്ലി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ 279 പോയിന്റ് നേടി ചാമ്പ്യന്മാരായ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിജയാഘോഷം നടത്തി. മേക്കുന്നിൽ നിന്നും പെരിങ്ങത്തൂർ ടൗൺ വരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. ചൊക്ലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 279 പോയിന്റ് നേടി ചാമ്പ്യന്മാരായ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഘോഷം നടത്തി. സ്കൂളിൽ നടന്ന വിജയാഘോഷത്തിന്റെ ഭാഗമായി മേക്കുന്നിൽ നിന്നും പെരിങ്ങത്തൂർ ടൗൺ വരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനം നടത്തി.
പ്രിൻസിപ്പൽ ഡോക്ടർ എൻ.എ. മുഹമ്മദ് റഫീഖ്, പ്രധാനാധ്യാപകൻ വി.കെ. അബ്ദുൽ നാസർ, പി.ടി.എ. പ്രസിഡന്റ് എം.പി. മുനീർ, കെ.ടി. ജാഫർ, എം. മുഹമ്മദ് ഹാരിസ്, യു.കെ. അഷ്റഫ്, എ.പി. റഷീദ്, റഫീഖ് കാരക്കണ്ടി, സി.ഐ. റിയാസ്, എം.പി. അബ്ദുൽ കരീം, സിദ്ദീഖ് കൂടത്തിൽ, എ. അബ്ദുൽ ജലീൽ, സി.കെ. ബഷീർ, പി. മജീദ്, മുഹമ്മദ് കീഴ്പാട്ട്, കെ. റഫീഖ്, റസ്മിന എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ സ്കൂൾ സമ്പൂർണ്ണമായി ചൊക്ലി ഉപജില്ലയിലെ ചാമ്പ്യന്മാർ, നമുക്ക് എതിരാളികളില്ല എന്ന് പറയുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ചാമ്പ്യൻ പട്ടണം നേടിയിരിക്കുന്നത് ഈ അക്കാദമിക വർഷത്തിലെ ഏറ്റവും പുതിയ നേട്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച YIP 8.0 എന്ന ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഏറ്റവും മികച്ച സ്കൂളായി ഉന്നതമായ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം സംസ്ഥാനത്തെ ഏറ്റവും നല്ല മെന്ററായി നമ്മുടെ സ്കൂളിലെ PK ബുഷർ ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം സബ് ജില്ലയിലെ സ്പോർട്സ് മേളകളിൽ ഏറ്റവും മികച്ച സ്കൂളായി നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂൾ ഹാളിൽ ജപ്തി വിരുദ്ധ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PA പൗരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജപ്തി വിരുദ്ധ ജനകീയ കൺവെൻഷൻ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്യും. PJ മാനുവൽ, പൊന്നം ചന്ദ്രൻ, രാജു കാട്ടുപുനം, VC ജെന്നി, വേണു കുനിയിൽ, PK വിജയൻ, PK ഷാജി, PA കുട്ടപ്പൻ, സന്തോഷ് ഭാസ്കർ, സോജൻ സേവ്യർ, TP പുഷ്കരൻ തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിക്കും. നിയമസഭ പാസാക്കിയ ഏക കിടപ്പാട സംരക്ഷണ നിയമത്തെ നോക്കുകുത്തിയാക്കി കേരളത്തിലെമ്പാടും നടക്കുന്ന ജപ്തി നടപടികൾ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണിതെന്ന് സംഘാടകർ പറഞ്ഞു. റിക്കവറി ഓഫ് ഡെപ്റ്റ്സിനായി, അതായത് കടം പിടിച്ചെടുക്കുന്ന കച്ചേരികൾ എന്നുള്ള നിലക്ക് വന്നു. അതാണ് ട്രിബ്യൂണലായത്. ഇപ്പോൾ കോടതികളിൽ നിന്നത് വിച്ഛേദിക്കപ്പെടുകയാണ്. അതൊരു ആഗോളീകരണ സമീപനമാണ്. അതായത് വിചാരണ കൂടാതെ പെട്ടെന്ന് തീർപ്പുണ്ടാക്കുന്നതിനെയാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അങ്ങനെ ട്രിബ്യൂണലാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ളത്. എറണാകുളം ജില്ലയിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും, കാസർഗോഡ് നിന്നും, കണ്ണൂരിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, ലക്ഷദ്വീപിൽ നിന്ന് വരെ കടത്തിൽ വീണ ആളുകൾ അവിടെ വരേണ്ടി വരും. സിവിൽ കോടതിയിൽ പോകാനുള്ള നിയമം എടുത്തു കളഞ്ഞു. അതിനകത്ത് സെക്ഷൻ 84 വെച്ചിട്ട് ഇനി മുതൽ സിവിൽ കോടതിയിൽ പോകാൻ കടത്തിൽ വീണവർക്ക് അവകാശമില്ല. ഇതാണ് ആദ്യം ഉണ്ടായത്. പക്ഷെ ആദ്യം ഇത് ഉണ്ടായപ്പോൾ പോലും ഒരു പാർലമെന്റ് അംഗങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിനെ കാര്യമായി ഗൗനിച്ചില്ല. അതൊരു നമ്മുടെ ഘടനാപരമായ പരിഷ്കരണം, പൊതുമേഖലാ ബാങ്കുകളെ തകർക്കാനുള്ള സംവിധാനം. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ നിയമം 2002 വരുന്നത്. ആ നിയമത്തിൽ നമ്മൾ ആ നിയമം യഥാർത്ഥത്തിൽ പലരും വായിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ രാജഗോപാൽ BJPയുടെ MLA ആയിട്ട് ഇരുന്നൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ട്, അങ്ങ് നിയമ സഹമന്ത്രി ആയിരുന്നപ്പോൾ ഇങ്ങനൊരു നിയമം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അന്ന് നമ്മുടെ നിയമസഭയിൽ 3 വട്ടം ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നുണ്ട്, അപ്പോൾ അങ്ങ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അത് ഏത് നിയമമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നിയമ സഹമന്ത്രിയായിരുന്നു, റെയിൽവേ മിനിസ്റ്ററും ആയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ VC ജെന്നി, PJ മാനുവൽ, നാസർ മജീദ്, നിസാർ പുന്നം, ബഷീർ മേക്കുത്ത് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന പദ്ധതികളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. തലശ്ശേരി പൊന്നം സ്രാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുള്ള അലീം. ദിശ 2025 ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയ്ക്ക് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം ചെയ്തു. ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വേദിയാവും. സമ്മേളനം ഡിസംബർ 28, 29, 30 തീയതികളിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.